ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുളക് പറിക്കുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ? ആ പറമ്പാണ് ഞാൻ കാണിക്കുന്നത്, ഞങ്ങളുടെ ഫാം ഹൗസ്. അപ്പോൾ ഈ ഫാം ഹൗസിൻ്റെ അകത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്പേസ് നമ്മൾ കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട്, പിന്നെ റൈറ്റ് സൈഡിൽ ആ ഗേറ്റിൽ കൂടെ കടന്നാലാണ് പെറ്റ്സിനൊക്കെയുള്ള സ്ഥലം വരുന്നത്. വെച്ചാൽ താറാവും കോഴിയൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്, ചെറിയ പോണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാമല്ലേ, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫാൻസി ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ച് ഒരു ഭംഗിയാക്കിയേക്കാണ് കേട്ടോ. പിന്നെ കല്ലുകൾ കൊണ്ടുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് മരങ്ങളുണ്ട്. ഇത് റംബൂട്ടാൻ്റെ മരമാണ്, പക്ഷെ ചെറുതായിട്ട് പുഴുക്കേട് വന്നു. അത് നമ്മൾ ഇനി മരുന്നൊക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. പാത്വേ ഉണ്ട്, ഈ പറമ്പ് മൊത്തം പാത്വേ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയിൽ ലൈക്ക് എന്താ പറയുക, കല്ലുകളൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ടുള്ളൊരു പാത്വേ പോലെ സെറ്റ് ചെയ്തേക്കാണ്. ഇതിനിടയിൽ മരങ്ങളും മാവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് നമ്മൾ മെയിനായിട്ട് പറമ്പിൽ വെച്ചേക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി, പിന്നെ മഞ്ഞൾ അതൊക്കെ വെക്കാനുള്ളതാണ്. മഞ്ഞൾ നമ്മൾ കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ബക്കറ്റിൽ കണ്ടില്ലേ. മഞ്ഞൾ പറിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. ഈ ഒരു പാത്വേ കൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാം ഹൗസിൻ്റെ അവിടേക്കുള്ള ഗേറ്റിലോട്ടാണ് പോകുന്നത്. ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ കോഴികളുടെ എല്ലാവരും ഉള്ള സെക്ഷനും പിന്നെ നമ്മുടെ ഫാം ഹൗസും. ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൂമും പിന്നെ ഒരു അടുക്കളയും, പിന്നെ പുറത്തൊരു കോമൺ വാഷ്റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വന്ന് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഈ പറമ്പിൽ മൊത്തം 2 കിണറുണ്ട് കേട്ടോ. ഒന്ന് ഫാം ഹൗസിൻ്റെ അടുത്താണ്. ഈ ഒരു ഏരിയ ആണ് നമ്മുടെ കോഴികളും താറാവൊക്കെ അവർ വിലസുന്ന സ്ഥലം. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ. കുറേ മരങ്ങളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അനിയനെ നന്നായിട്ട് അറിയാം കേട്ടോ, പിന്നെ ചേട്ടനും അറിയാം. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇഷ്ടംപോലെ നാളികേരമുണ്ട്. ആ നാളികേരമൊക്കെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും പിന്നെ ഇവിടെ പണിക്ക് വരുന്നൊരു ചേട്ടനുണ്ട് സഹായത്തിന്. ആ ചേട്ടനും കൂടിയിട്ട് നെറ്റ് കെട്ടാണ് ഫുൾ മേളിൽ. നമുക്ക് താറാവിൻ്റെയും കോഴികളുടെയും മുട്ടകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് കാക്കകൾ എന്നും വന്ന് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സുരക്ഷിതമായി അത് ക്ലോസ് ചെയ്യാണ്. ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ കോഴികൾക്കും താറാവുകൾക്കുള്ള കൂടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. തണൽ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മരങ്ങൾ ഇതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. നാരകം നട്ടിട്ടുണ്ട്. നല്ലപോലെ നാരങ്ങ കേട്ടോ, നല്ല അടിപൊളി നാരങ്ങ. പിന്നെ കോഴിയൊരു അട ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊരു പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തേക്കാണ്. ഇത് വാത്തയുടെ കോഴിമുട്ടയാണ്. നമുക്ക് 3-4-5 വാത്തയുണ്ട്. 6 മാസം കൂടുമ്പോഴാണ് അവർ മുട്ടയിടാന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടോ. ഇനി ഈ കോഴികളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പണി നടക്കുന്നുണ്ടാണ് ഇവിടെ ഫുൾ ഇതായി കിടക്കുന്നത്. ഇത് മിക്ക ദിവസവും ക്ലീൻ ചെയ്യും. പിന്നെ ഈ കോഴികളുടെ താഴെ വരുന്ന വേസ്റ്റൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുക. അതെന്നും ക്ലീൻ ചെയ്ത് നമുക്ക് അറക്കപ്പൊടി ഇടാൻ എന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് തന്നെ ഉണ്ടാവാറുള്ളൂ വേസ്റ്റൊക്കെ. ഇത് തന്നെ കാടകളുടെ സെക്ഷനാണ് കേട്ടോ. കണ്ട കാടമുട്ട ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 10-100 കാടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ 50 എണ്ണത്തോളം ചത്തുപോയി. നമ്മൾ മേടിച്ച സ്ഥലം നമുക്കറിയില്ലായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ മേടിച്ച സ്ഥലം അത്ര നല്ലതായിരുന്നില്ല, അതൊക്കെ ചത്തു. നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം ഈ ഉള്ള കാടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് കാടമുട്ട തരും. നമ്മൾ രാവിലെ ഒരു സെക്ഷൻ എടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ഈവനിങ് ആവാറായപ്പോൾ നമ്മളൊരു സെക്ഷനും കൂടി എടുക്കുന്നു. അങ്ങനെ ഞാൻ ഈ കാടമുട്ട വറക്കുമ്പോൾ തൊട്ടപ്പുറത്ത് താറാവൊക്കെ വന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കുഴപ്പക്കാരല്ല, പക്ഷെ ചില താറാവും കോഴികളും നമ്മളെ കൊത്തും. നമ്മളെന്ന് വെച്ചാൽ എന്നെ അമ്മേനെയും ഒന്നും കൊത്തത്തില്ല കേട്ടോ, അനിയനെയും. ഇത്രയും കാടമുട്ടയാണ് കേട്ടോ നമുക്ക് ഈവനിങ് ആയപ്പോൾ കിട്ടിയത്. കാരണം എന്നെ നോക്കിക്കുന്നുണ്ട്. ഇവരൊന്നും പ്രശ്നമില്ല കേട്ടോ. ഒരു ടർക്കി കോഴിയുണ്ട്, അതാണ് മെയിൻ എന്നെ കൊത്താൻ വരുന്നത്. എന്നെയും കൊത്തും, എൻ്റെ മോളെയും കൊത്തും. അതുകൊണ്ട് തന്നെ അനിയും കണ്ടോ മോളെടുത്ത് പിടിച്ചിരിക്കുക കേട്ടോ. അവൾക്കങ്ങനെ പക്ഷേ കൊത്തിയാലും പേടിയൊന്നുമില്ല. അവളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുക മക്കൾക്ക്. ചേട്ടനും ചേട്ടൻ്റെ വൈഫിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരുടെയും ഒരു എന്താ പറയുക, ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. ആ അറ്റത്തേക്ക് കഴിഞ്ഞാൽ പാടൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ പപ്പായാണ്. നല്ല ടേസ്റ്റാണ്. പഴുത്തൊക്കെ ഞങ്ങൾ പറിച്ച് തിന്നു, അടിപൊളി ടേസ്റ്റ്. ഇതാണ് ഞാൻ ആ മുളക് പറിച്ച സൈഡിൽ, അത് ഈ ഭാഗമാണ് കേട്ടോ. ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചെടി. ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിനാണ് കൂടുതൽ നല്ലത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്നൊരു ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ചെടീനെക്കുറിച്ച് കേൾക്കുന്നത് കേട്ടോ. ഇത് കഴിച്ച് കുറച്ച് നേരത്തേക്ക് കഴിക്കുന്ന എല്ലാത്തിനും മധുരമാണ്. പിന്നെ ബെൽച്ചാമ്പി ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. പഴുത്ത് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ താറാവിനൊക്കെ കുളിക്കാനുള്ള ചെറിയൊരു പോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷിഫ്റ്റാണ് കേട്ടോ. വാത്ത കുളിച്ച് കഴിഞ്ഞാൽ മണിത്താറാവ് കുളിക്കും, അതിന് നോർമൽ താറാവ് കുളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ ഷിഫ്റ്റ് എടുത്താണ് കുളി. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ നല്ല ഫ്രൂട്ടാണ്, അത്യാവശ്യം മധുരമുണ്ട്, സപ്പോർട്ടൊക്കെ കഴിക്കുന്ന ഒരു മധുരം കേട്ടോ. ഇത് വേറൊരു കിണർ. 2 കിണറും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, വേനൽക്കാലത്ത് വറ്റാത്ത കിണറാട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കണ്ടോ കൊക്കയൊക്കെ ഉണ്ടേ. കൊക്ക എൻ്റെ ഇഷ്ടത്തിന് നട്ടേക്കുന്ന കേട്ടോ. ഞാൻ കൊക്കോ ഫാനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമ്പഴങ്ങയുണ്ട്, പിന്നെ ചേന, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഹസ്ബൻഡ് അമ്മയുടെ പരിപാടിയാണ്. ഇതൊക്കെ വേണമെന്നുള്ളത്, ഈ പച്ചക്കറി അങ്ങനെയുള്ളത്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഹസ്ബൻഡും ചേട്ടനും അനിയനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അവരുടെ ആഗ്രഹത്തിനാണ് ഇത് മെയിനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ചേട്ടനാണ് ഇതിൽ മെയിൻ ക്രേസ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയൊക്കെ കിട്ടുന്നത്, കപ്പ നട്ടേക്കുന്ന സെക്ഷനാണ് കേട്ടോ. അടിപൊളി കപ്പയാണ്. ഈ വട്ടം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ടേസ്റ്റ് ചെയ്തിരുന്നു. എന്താ പറയുക, പൂ പോലെ ഇരിക്കുന്ന കപ്പയെന്നാണ് അമ്മ എപ്പോഴും പറയാം കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഏരിയ നമ്മൾ പുല്ലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ടേക്കാണ്. അവിടെ ഒരു ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പയറാണ്, നല്ല നാടൻ പയർ. നമ്മൾ 2-3 ട്രിപ്പ് എടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ചുറ്റിലും അങ്ങനെ കൊടുത്തേക്ക്. പിന്നെ അവിടെയൊക്കെ മുളകൊക്കെ ഉണ്ട്, വാഴയും അതെല്ലാം ഉണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന, ഒരു വീട്ടിലേക്ക് എന്നല്ല, ഒരു 3-4 വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ധാന്യങ്ങളൊക്കെ ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും കണ്ടോ. ഇതാണ് നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സന്ധ്യാനേരത്ത് അടിപൊളിയാണ് കണ്ടോ. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. ബാക്കിൽ ഫുൾ പാടാണ്. ആ പാടത്തേക്ക് കിടക്കാൻ നമ്മളൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അവിടെ അമ്പലത്തിൽ നിന്നൊക്കെ പാട്ടൊക്കെ വരും കുറച്ച് കഴിഞ്ഞാൽ. അടിപൊളി വൈബാണ്. പിന്നെ വേസ്റ്റൊക്കെ കത്തിക്കാനായിട്ട് നമ്മളിവിടെ വലിയൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലിട്ടിട്ടാട്ടോ വേസ്റ്റ് കത്തിക്കുക. ഇതൊക്കെയാണ് വിശേഷം. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വർഗ്ഗം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.